24 ഏകാദശികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി. ഈ പ്രാവശ്യം വർഷാവസാനം വന്ന ഈ ഏകാദശിക്ക് ഞാൻ രാവിലെ തന്നെ എൻ്റെ നാട്ടിലുള്ള വീട്ടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി. ആമ്പിലാട് മഹാവിഷ്ണു ക്ഷേത്രം. എൻ്റെ അമ്മ ഒരു കൃഷ്ണഭക്തി ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പറ്റും പോലെയൊക്കെ ഈ ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം എന്തോ അമ്മ എന്നോടും ചോദിച്ചു ഞാൻ എടുക്കുന്നോന്ന്. ആദ്യമൊക്കെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാനും വിചാരിച്ചു ശരി ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെ ഫുഡ് കഴിക്കാത്ത ഏകാദശി വ്രതമൊന്നും അല്ല. ഫുഡ് കഴിച്ചിട്ട് തന്നെ എന്നാൽ അരി ആഹാരങ്ങൾ ഉള്ളിയിട്ട സംഭവങ്ങളൊന്നും കഴിക്കൂല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചത് ഈ പുഴുങ്ങിയ നേന്ത്രപ്പഴവും അതിൽ കുറച്ച് നെയ്യും കുറച്ച് തേനും ഒക്കെ ഒഴിച്ചിട്ടാണ്. ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ കഴിക്കുന്ന ഒരു രീതിയാണ്. വെല്ലിച്ചൻ കഴിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കും ഈ ഫുഡൊക്കെ തരാറുണ്ട്. എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാൻ പോകണമായിരുന്നു. പിന്നെ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും പല കാരണങ്ങളാൽ പല തിരക്കിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ ഞാൻ ഈവനിങ് ആയി. ലഞ്ചിന് ഇതുപോലെ ഗോതമ്പ് നുറുക്കും കറിയും ഒരു ഉപ്പേരിയാണ് കഴിച്ചത്. പിന്നെ ഈവനിങ് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു മീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ വേറെ 2 ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് കോളൊക്കെ ചെയ്തു. ഞങ്ങൾ മീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ എല്ലാവരും പല സ്ഥലത്തും പിന്നെ കുറേ തിരക്കിലായതുകൊണ്ട് ഇപ്രാവശ്യം മീറ്റിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ഗ്രൂപ്പ് കോളിൽ ഒതുക്കി ഞങ്ങൾ. പിന്നെ എനിക്ക് ഈ ലാപ്ടോപ്പിൽ കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലായി. അത് കഴിഞ്ഞ് ചക്ക അമ്മ പുഴുങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഡിന്നറിന്. അത് കഴിച്ചു. അങ്ങനെ നല്ല ടയേർഡായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഡാൻസ് ടീമിലുള്ള ആൾക്കാർ ഗ്രൂപ്പ് കോൾ ചെയ്യുന്നത്. കാരണം ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ഇന്ത്യൻ ടൈം വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. സോ ഇത്രയ്ക്ക് ഇന്നത്തെ വിശേഷമുള്ളൂ. ബൈ ബൈ.